നീമുകിലോ പാടുന്ന സമയത്ത് കുറേ പാട്ടുകൾ ഗോപിചേട്ടന് വേണ്ടി തന്നെ പാടുന്നുണ്ടായിരുന്നു ഞാൻ. കുറേ പാട്ടുകൾ. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള പാട്ടുകളാണ് ഒരു ദിവസം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മോഹമുന്തിരിയുടെ ട്രാക്ക് വേർഷൻ, പിന്നെ ഈ നീമുകിലോ, പിന്നെ ബാബുവേട്ട എന്ന് പറഞ്ഞ പാട്ട്, വാഴയ്ക്കാ വെള്ളാരി, ഇങ്ങനെ വിവിഡായിട്ടുള്ള പല തരത്തിലുള്ള പല കളേഴ്സ് ഫ്ലേവേഴ്സ് ഉള്ള പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു പാട്ടായിട്ട് ഞാൻ ഈ നീമുകിലോ പാടിയത്. അത് തിരുവാവണിരാവാണെങ്കിൽ പാടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ ഈ പാട്ട് എന്നുള്ളത്. പക്ഷെ അതിങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ഓണപ്പാട്ടൊക്കെ സിനിമയിൽ വരണേ. അപ്പം അതിൻ്റെ പിന്നെ ഉണ്ണിമേനോൻ സാറിൻ്റെ ഒക്കെ കൂടിയാണ് അദ്ദേഹം. എനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ വെച്ചിട്ട് അത് പാടിയിരിക്കുന്നത് തോന്നുന്നു. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നമ്മളെ പറ്റിയിട്ടൊരു വിചാരമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഓർക്കണം എന്ന് വിചാരിക്കണേ. ഓർക്കൊന്നും വേണ്ട. ആക്ച്വലി ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഈ മൊമെൻറ്റിൽ ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. നാളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. നിലാവിൻ പൊയ്കയിൽ വെൺ തുഷാരം പെയ്തപ്പോ. ഞാൻ വണ്ടിയിലിരുന്ന് തരുണി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചതാണ്, അതിൻ്റെ ശബ്ദത്തിലുണ്ട് അതിൻ്റെ പെയിനും കഥയും ധൈര്യവും എല്ലാം ശബ്ദത്തിലുണ്ട്. പിന്നീട് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചേച്ചിയുടെ എല്ലാ പാട്ടുകൾക്കും ആ പാട്ടിൻ്റെ കഥ ഉണ്ടാവുമല്ലോ, ആ കഥയോട് ചേർന്നിട്ടാണ് ശബ്ദം, ഈ നേരത്തെ പറഞ്ഞ വോയിസ് രജിസ്റ്ററിലെ ശബ്ദങ്ങൾ വരുന്നത് എന്നുണ്ട്. ഈ ശബ്ദം സ്വയം കൂടെ തീരുമാനിക്കണമല്ലോ, ഈ പാട്ട് ഈ ശബ്ദത്തിൽ കേട്ടാൽ എനിക്കിഷ്ടാവോ എന്ന് ചിന്തിക്കലുണ്ടോ? ആദ്യമൊക്കെ പറഞ്ഞ മാതിരി എനിക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാനൊന്നൊരു, എൻ്റെ ശബ്ദത്തിനോട് ആദ്യം എനിക്ക് പരിചയം വേണമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ പലതരം പാട്ടുകൾ ഇങ്ങനെ പാടിയിട്ടേ, കേട്ട പാട്ടുകൾ സിനിമയിൽ വന്ന പാട്ടുകളാണല്ലോ പാടണേ. അപ്പം അതിനകത്ത് നിന്നൊക്കെ നമ്മുടെ ശബ്ദം എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു സമയം എടുത്തിട്ടുണ്ട് എനിക്ക്. എന്താണ് ശരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. വോയിസിന് കംഫർട്ടബിളിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിന് എന്താണ് കംഫർട്ടബിൾ എന്നുള്ളത് പാടി തീർക്കുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ ഇപ്പം ചില പാട്ടുകൾ വരുന്ന സമയത്ത് അവരോട് പാടി ഇങ്ങനെ കേൾപ്പിക്കും, ഒന്ന് കേട്ടിട്ട് പറയണേ, ഗൈഡ് ചെയ്യണേ എന്ന് പറയും. അപ്പം അതിനനുസരിച്ചിട്ട് അവരിങ്ങനെ തരുണിയൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ഈ ഇൻറ്ററാക്ഷൻ കറക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നതിൻ്റെ റിസൾട്ടാണ്. അത് മിഥുൻ ജയരാജാണ് അതിൻ്റെ ഈണം, ഹരിയേട്ടൻ്റെയാണ് വരികൾ. ഈ ഐഡിയ ഞാനാ പറഞ്ഞത്, ഇങ്ങനെയാണൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നേ. പിന്നെ മിഥുൻ്റെ മാതിരി വോയിസ് എടുക്കാൻ അറിയുന്ന ഒരാളില്ല എൻ്റെ പരിചയത്തിൽ. അതായത് പടപടേന്നാണ് മിഥുൻ പാട്ടുകൾ എടുക്കുക. നമുക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും അവൻ തരില്ല. അതിന് മുമ്പേ എടുക്കും. ധൃതിയാ അവനെല്ലാം വേഗം എടുത്തിട്ട് പോകാമെന്നുണ്ട്. അപ്പം ആ അർത്ഥത്തിൽ ഞാൻ എത്ര കുട്ടിക്കാലം മുതൽ അറിയണ ആളല്ലേ മിഥു. ഞാൻ എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പാട്ടുണ്ടാക്കുമ്പോഴാണെങ്കിലും മിഥുന് വേണ്ടി ഞാൻ പാടുമ്പോഴാണെങ്കിലും എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ഒരു പകുതി ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്തിട്ടായിരിക്കും അവൻ്റെ അടുത്താകും, ബാക്കി അവൻ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം എനിക്ക്. ഈ തരുണി പറയുമ്പോൾ കൂടെ ചേർത്ത് പറയേണ്ടതാണ് അതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ ഈ വാക്കിന് ഉള്ള ഭാരം നമുക്ക് അത് എന്താ പറയുക, പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്നുള്ളത് എന്താണെങ്കിലും ഉണ്ട്. കക്ഷി രാഷ്ട്രീയമല്ല നമ്മൾ പറയുന്നത് എന്നുള്ള ബോധ്യത്തിൽ തന്നെ നമ്മൾ വളർന്നു വരുന്ന നാട്, ഇപ്പം മലയാളമാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ വളരുന്ന കാര്യത്തിലും എല്ലാം രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉണ്ടാവുമല്ലോ. മണ്ണിൻ്റെ മണം എങ്ങനെയാണെങ്കിലും നമ്മളിൽ ഉണ്ടാവുമല്ലോ. ഇത് പാട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കലുണ്ടോ? അത് ചെയ്യും. അങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സത്യസന്ധമായിട്ടുള്ള വർക്കുകളാണെങ്കിൽ നമ്മളതിൽ പൂർണ്ണമായിട്ട് നമ്മളതിൽ ഇപ്പം എന്താ പറയുക, നമ്മളെ കൊടുത്തും കൊണ്ടാണ് ഒരു വർക്ക് വരുന്നതെങ്കിൽ അതിലുണ്ടാവും എന്തായാലും നമ്മുടെ വളർന്ന സാഹചര്യം, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രദേശത്തിൻ്റെ ഒക്കെ അങ്ങനത്തെ എല്ലാ പൊളിറ്റിക്സും വീണ്ടും ഇത് ഇൻ്റർവ്യൂകളിൽ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയാണ്. ഇത് നമ്മൾ പറയണത് പാർട്ടി പൊളിറ്റിക്സിനെ കുറിച്ചിട്ടല്ല എന്നുള്ളത്. അപ്പം അതെന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഇത് നമ്മൾ വേറൊരു നമുക്കൊട്ടും പരിചിതമല്ലാത്തൊരു സിറ്റുവേഷന് വേണ്ടിയിട്ടൊക്കെ ഈ സിനിമയ്ക്കൊക്കെ വേണ്ടി പാട്ടുകൾ ചെയ്യില്ലേ, അവരുടെ ചലഞ്ചാണ് വളരെ വലുത് എന്ന് പറയുന്നത്. കാരണം
ആ സിനിമയുടെ കഥയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ ഇത് ചെയ്യുന്ന ആളുകൾക്ക്. അത് അപൂർവതയല്ലേ അങ്ങനെ വരിക എന്ന് പറയുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റൊക്കെ മുന്നിൽ വരിക എന്നാണ്. അപ്പോൾ ഈ ഫിലിമിന് വേണ്ടി കമ്പോസ് ചെയ്യുന്ന ആൾക്കാർ അത് തീർച്ചയായിട്ടും വളരെ ടെക്നിക്കൽ ആൻഡ് അവരുടെ മ്യൂസിക്കൽ സ്കിൽ സെറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോയിന്റിലേ ആ പാട്ട് പുറത്തേക്ക് വരുള്ളൂ. നമ്മൾ കുറേ ആലോചനകൾ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണല്ലോ ഒരു പാട്ട് ഉണ്ടാവാൻ ഒരു എന്താ പറയുക ഒരു തീരുമാനത്തിനേക്കാൾ കൂടുതൽ അതിന് റീസൺ ആവുന്നതേ പല കാരണങ്ങളായിരിക്കും. അതിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറലി ആ സമയത്ത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പണ്ടെന്നുള്ള ഓർമ്മകൾ മെമ്മറീസ് ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ട്രോമ ആയിരിക്കാം. അങ്ങനെ പല സാധനങ്ങളും ചേർന്നിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകളുടെ ഏറ്റവും വലിയ യുണീക്നെസ്സും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നതും ഈ ഒരു എന്താ പറയുക നമുക്ക് അറിയുന്നത് നമുക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും. അപ്പം എന്തോ ഒരു ഏർജിൻ്റെ റിസൾട്ടായിട്ടാണ് ഇത് വരുന്നത്. അപ്പം അതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നമാവുക. നമ്മളിപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കണം എന്നുള്ള വിചാരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ തന്നെ അങ്ങനെ നമ്മൾ ചില ആളുകൾ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആവാതെ പോകുന്നത് മേ ബി അതായിരിക്കും. അല്ലാത്ത പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെ പേർത്തും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ജോബിൻ്റെ പാട്ടുകൾ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ജോബേട്ടൻ്റെ പാട്ടുകൾ ആദ്യത്തെ കേൾവിയിൽ ഓക്കെ ഒരു ലെയർ ആയിരിക്കും കിട്ടുക. 2-3 തവണ കേൾക്കുമ്പോൾ നമുക്ക് വേറെന്തൊക്കെയോ നമ്മളെയൊക്കെ അപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ജോബേട്ടന് അറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അതിലെവിടേക്കോ ഒക്കെ നമ്മളുടെ ആലോചനയായിട്ട് കൊളൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും നമുക്കത് കണക്റ്റ് ആവണത്. അപ്പോൾ ഒരു 5ാമത്തെ കേൾവിയിലൊക്കെ അത് നമ്മുടെ പാട്ടാവും. അങ്ങനെ അതുണ്ട്, നമ്മുടെ പാട്ടായി മാറും എന്നുള്ള കാര്യമുണ്ട്. അതെ. ഈ ഓസ്കർ വൈൽഡ് പറയലുണ്ട്, ഓസ്കർ വൈൽഡിൻ്റെ പുസ്തകത്തിലുള്ളതാണ്, ബേസിക് 4 ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അതില്ലാത്ത അവസ്ഥയിൽ, ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് നേച്ചറിലല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഫിനാൻഷ്യൽ ഗെയിൻ വേണം, നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ആ റിസ്ക് ഉണ്ടല്ലോ, അതായത് ഇത് റിട്ടേൺ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇനി വരുന്ന ആളുകളോട് ചേച്ചിക്ക് പറയാനുള്ളത് എന്തായിരിക്കും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക്? എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം അതിനെ പറ്റിയിട്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ മാത്രമേ അറിയുള്ളൂ. പൈസ എടുക്കുക, ഇവിടെ ചിലവാക്കുക, അതിന് തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ്. അതൊന്നും അത്രയൊന്നും ആലോചിക്കുന്നില്ല തോന്നുന്നു പുതിയ കുട്ടികൾ പാട്ട് ചെയ്യുന്ന സമയത്ത്. ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു ധാരണയില്ല. ചില ആളുകൾ വന്നിട്ട് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, കണ്ടന്റ് ഇത്ര ദിവസത്തിനിടയിൽ ഇത്ര എണ്ണമാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയില്ല. ഇതൊന്നും എനിക്ക് അറിയില്ല. അറിയാതെ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ ഇതുവഴിയാണ് പോവുക ഈ കേൾക്കണതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എത്രയും നാളുകളായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം എന്തൊക്കെയോ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഓൾഡ് ഫോർമാറ്റിൽ ഏതൊക്കെയോ രീതിയിൽ വേറെ രീതിയിൽ വരുമാനം, അതായത് ആസ് എ മ്യൂസിഷ്യൻ, ആസ് എ പെർഫോമർ വേദികളിൽ പെർഫോം ചെയ്തിട്ടും അല്ലാണ്ട് റെക്കോർഡിങ്സിലൊക്കെ വരുമാനം വരുന്നുണ്ട് എന്നുള്ളൊരു ഫാക്റ്റ് മാത്രമേ എനിക്കറിയുള്ളൂ. അതിനെടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള സിമ്പിൾ ഇക്വേഷനിലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കണത്. പുതിയ കുട്ടികൾക്ക് അവർക്ക് ഓരോന്നിനും അത് സോഴ്സ് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ഒരു സാമ്പത്തിക സെല്ലബിലിറ്റീൻ്റെ പോയിന്റിലൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് നടക്കണേ. ഐ എം നോട്ട് അവെയർ. എനിക്കറിയില്ല, ഇഗ്നറൻ്റ് ആണ് ഞാൻ അതിനെ പറ്റിയിട്ട്. നമ്മളിപ്പോൾ വ്യൂസിൻ്റെ നമ്പേഴ്സൊക്കെ പറയില്ലേ നമ്മൾ, അപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആളുകൾ തരുമ്പം അവർ ചോദിക്കുന്ന കുറേ ഡാറ്റ ഉണ്ടല്ലോ. ഇത് എന്തിനാ ചോദിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനനുസരിച്ച് ആളുകൾ ഇത് കാണുന്നുണ്ടോ, അത് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്പറുകൾ ബാധിക്കലുണ്ടോ, ഇത്ര പേര് കണ്ടു എന്നുള്ളത്? ഇല്ലില്ല, ഒട്ടുമില്ല. അത് കുറഞ്ഞു വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ. മുമ്പൊക്കെ ആദ്യമൊക്കെ ഈ മില്യൺ സിനിമ പാട്ടുകൾക്ക് എപ്പോഴും 1 മില്യൺ വ്യൂ ഈസി ആയിട്ട് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ എല്ലാവരും അങ്ങനെ ഓൺലൈനിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ നമ്പേഴ്സ് ഇങ്ങനെ എല്ലാവരും കൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കുറഞ്ഞു ഇപ്പം എനിക്കത് ഒട്ടും ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ മാറ്റമില്ലേ, അതാണ്. അത് എത്ര റാപ്പിഡായിട്ടാണ് നടക്കണമെന്നുള്ളത്. ഇപ്പം ഒരു 5 വർഷം മുമ്പ് വരെ ഞാൻ അസ്യൂം ചെയ്തൊരാളേ അല്ല ഞാനിപ്പം. അപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്ര സമയത്തിനിടയിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് ഞാനിങ്ങനെ
ഓർക്കാറുണ്ട്. കാരണം മുമ്പ് എന്തോ ആവട്ടെ ഓൺലൈൻ ആക്ടിവിറ്റീസിനെ ഭയങ്കര കാര്യമായിട്ട് നോക്കുക, പോസ്റ്റ് ഇടാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അത് അതിന് എപ്പം എന്നൊക്കെ അറിയില്ലെങ്കിൽ പോലും എന്ത് കണ്ടാലും അതിനെപ്പറ്റി കുറിച്ച് പോസ്റ്റ് ചെയ്യുക, എഴുതുക, അല്ലെങ്കിൽ അതിൽ എത്ര പേര് കമൻറ്റ് ചെയ്ത് നോക്കുക, അവരുടെ കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ മാനസികാവസ്ഥ അനലൈസ് ചെയ്യുക, ഇങ്ങനെ വളരെ യൂസ്ലെസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും. ഇങ്ങനെ നോക്കും, പക്ഷെ വളരെ ശ്രദ്ധാപൂർവ്വം. അതാ പറഞ്ഞത്, നമ്മുടെ അപ്ബ്രിങ്ങിങ് ഒരു പകുതി താഴെ വേറൊരു ജനറേഷനിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത്, അങ്ങനെ അതിങ്ങനെ തലയിൽ കിടന്ന് എപ്പോഴും ഓടുമായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവർ എന്തെങ്കിലും വിചാരിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടില്ല, ഞാനങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ബോധേഡല്ല. ഈ നമ്പേഴ്സ്, ആളുകൾ ഇഷ്ടം പറയുന്നതൊക്കെ അത് കയ്യിലൊക്കെ വളരെ എന്താ പറയുക, ആ സമയത്തൊക്കെ നമ്മുടെ മാനസികാവസ്ഥയിൽ ആരൊക്കെയാണ് അതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങോട്ട് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു മലവെള്ളപ്പാച്ചിലുമാതിരി ഈ കാര്യങ്ങൾ വന്നിട്ട് ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസുകളൊക്കെ അതിനകത്ത് മുങ്ങിപ്പോവുക. അപ്പോൾ അത് നെഗറ്റിവിറ്റിയും ഒക്കെ ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതലായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഏത് അർത്ഥത്തിലാണ് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ചെയ്യണമെങ്കിൽ അപ്പോൾ അത് നോക്കുക ചെയ്യില്ല ഞാൻ പലപ്പോഴും. പോസ്റ്റ് ചെയ്യും ഞാൻ, നോക്കാണ്ട് പിന്നെ അങ്ങോട്ട് വിടും. ഞാൻ കുറച്ച് പാട്ടുകൾ പറയാം. അതിൽ നിന്ന് പറയുന്ന ആദ്യത്തെ മെമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ. കൺകൾ നീയെ. കൺകൾ നീയെ ചെന്നൈയിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താമര മാമാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ റെക്കോർഡിങ് കഥയായിട്ടല്ല, അത് ഫസ്റ്റ് ആ സ്റ്റുഡിയോയിൽ ചെന്നതും അവിടെ എനിക്കൊരു ചൂട് പാലിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് തന്നു. അവിടെ നിൽക്കണ ഒരു പയ്യനുണ്ട്, ഒരു പരിചയമില്ലാത്ത പയ്യനാണ്. ഒക്കെ നല്ല പാടുക എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അതൊരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. മാനത്തേമ്പിളി. മാനത്തേമ്പിളി മനുവേട്ടനാണ്. മനുവേട്ടനാണ് എനിക്ക് ഒരു വലിയ ബ്രേക്കിന് ശേഷം ഞാൻ രണ്ടാമത് സിനിമയിലേക്ക് വരാനുള്ളൊരു റീസൺ, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരാനുള്ളൊരു കാരണം മനുവേട്ടനാണ്. ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടുണ്ട്, സിത്തും കൂടി വാന്ന് പറഞ്ഞിട്ട് VKPയും മനുവേട്ടനും. അപ്പം മനുവേട്ടൻ പറഞ്ഞാണ് ഞാനിവിടെ വന്നു തന്നെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല എനിക്ക് മ്യൂസിക്കിലൊരു കരിയർ ഉണ്ടാവും എന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് എപ്പോൾ കാണുമ്പോഴും ആ ഒരു എന്താ പറയുക സ്നേഹവും ഒക്കെ ഇങ്ങനെ തോന്നും. എനിക്ക് മനുവേട്ടൻ്റെ കൂടെ ഇനിയും പാട്ടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. നീമുകിലോ അത് ശ്രീ ഗോപിസുന്ദറിൻ്റെ പാട്ടാണല്ലോ. നീമുകിലോ പാടുന്ന സമയത്ത് കുറേ പാട്ടുകൾ ഗോപിചേട്ടന് വേണ്ടി തന്നെ പാടുന്നുണ്ടായിരുന്നു ഞാൻ, കുറേ പാട്ടുകൾ. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള പാട്ടുകളാണ് ഒരു ദിവസം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മോഹമുന്തിരിയുടെ ട്രാക്ക് വേർഷൻ, പിന്നെ ഈ നീമുകിലോ, പിന്നെ ബാബുവേട്ട എന്ന് പറഞ്ഞ പാട്ടുണ്ട്, വാഴയ്ക്കാവുള്ളായിരിക്കും. ഇങ്ങനെ വിവിഡായിട്ടുള്ള പല തരത്തിലുള്ള പല കളേഴ്സ് ഫ്ലേവേഴ്സ് ഉള്ള പാട്ടുകളുടെ കൂട്ടത്തിലൊരു പാട്ടായിട്ട് ഞാൻ ഈ നീമുകിലോ പാടിയത്. അത് പാടുന്ന സമയത്ത് അവിടെ ഗോപിച്ചേട്ടൻ ബിജുചേട്ടനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കൊരു ഈ ഒരു പാട്ട് പാടുമ്പോൾ ഈ പാട്ട് ഇത്രയും ആളുകൾ കേൾക്കുന്ന പാട്ടാണെന്നോ, ഇൻറ്റൻസ് ആയിട്ടുള്ള അതിലെ മെയിൽ പോർഷനൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇൻസ്ട്രുമെൻസും ഒക്കെ അതിനകത്തുള്ള ഇൻസ്ട്രുമെൻ്റൽ ബിറ്റും ഒക്കെ അദ്ദേഹം പാടിയിട്ടിട്ടുള്ള വേർഷനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെക്കോർഡ് ചെയ്ത് തീർത്തതാണ്. സത്യം പറയാമല്ലോ, നമ്മളൊരു പാട്ടിനെ പിന്നെ കേട്ട് ഇഷ്ടപ്പെടില്ലേ, പാടുന്ന സമയത്ത് അല്ലാണ്ട്. അങ്ങനത്തെ പാട്ടാണ് എനിക്ക് നീമുകിലോ. പാടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷനാണത്. പക്ഷെ അത് പാട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് നല്ല പാട്ടാണല്ലോ, ഇതാണോ ഞാൻ അങ്ങനെ തോന്നില്ലേ, അങ്ങനെ ഒരു പാട്ടാണ്. സ്വന്തം പാട്ടിൽ കേൾക്കുമ്പോൾ എന്താ തോന്നല്? കേൾക്കലുണ്ടോ? കേൾക്കാറുണ്ട്, കുറേ കഴിഞ്ഞിട്ടൊക്കെ കേൾക്കുക. ആദ്യം ആ മിക്സ് ആൻഡ് മാസ്റ്ററിൻ്റെ സമയത്ത് കുറേ തവണ നമ്മൾ കേൾക്കുമല്ലോ, പാടിയിട്ടാണ് അത് കേൾക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ ടേക്ക് എടുക്കാൻ പ്രയാസമുള്ളത് ഞാൻ തന്നെ പാടുന്ന പാട്ടുകളാണ്. എനിക്കത് ബാക്കിയുള്ളതാകുമ്പോൾ അവർ നോക്കുമല്ലോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് കണ്ണടച്ച് അങ്ങോട്ട് അവരെ ട്രസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ ഇത് തന്നെയാണോ, ഈ വളവ് തന്നെയാണോ വേണ്ട, ഇങ്ങനെ എനിക്ക് ഡൗട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പിന്നെയും ഒരേ വരി തന്നെ പാടിക്കൊണ്ടിരിക്കും. പാട്ടുകൾ പിന്നെയും കേൾക്കാറുണ്ട്, ചായപ്പാട്ടൊക്കെ പാടേണ്ടി വരുമല്ലോ എപ്പോഴും. പിന്നെ റെക്കോർഡ് ചെയ്ത വേർഷൻ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കേൾക്കും. അപ്പോൾ രസം, അന്നത്തെ ഓർമ്മയും എടുത്തതും ഒക്കെ ഓർമ്മ വരും. സദാപാലയ ഓർക്കാൻ പോലുള്ള സമയം ഉണ്ടായിട്ടില്ല, അത്ര നിമിഷ നേരം കൊണ്ട് കഴിയാന്ന് പറയില്ലേ, അതൊക്കെ പാട്ടായിട്ട് വന്നു എന്നുള്ളത്. അതും ശ്രീ ഗോപിസുന്ദറിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, അതൊരു കീർത്തനമാണ്.
അത് പാടാൻ പോകുമ്പോൾ എനിക്ക് മോള് വളരെ കുഞ്ഞാണ്. അപ്പം ഇവിടെ പനമ്പള്ളി നഗരത്തിൻ്റെ ഒരു സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അത് ബി ഉണ്ണികൃഷ്ണൻ സാർ എന്നെ വിളിച്ച് പറയണത്, സിത്താര ഇങ്ങനൊരു ഇതുണ്ട്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നത്, നമുക്ക് മോഹനരാഗത്തിലാണ് വേണ്ടത്, എന്നാൽ ഭൂപ്പിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ ഇങ്ങനൊരു കുട്ടി പാടുന്നു എന്നൊക്കെ എനിക്ക് ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. സിത്താര റെക്കോർഡിങ്ങിന് ചെന്നിട്ട് പാടിക്കോളൂ എന്ന് പറയും ചെയ്തു. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ചെന്ന്, അപ്പോൾ അവിടെ പല സിനിമകളുടെയും വർക്ക് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പം ഇപ്പുറത്തെ ബൂത്തിലാണ്, തൊട്ടപ്പുറത്തെ റൂമിലാണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹം ഇല്ല അവിടെ. അപ്പോൾ അദ്ദേഹം ഓടി, ഞാൻ ബൂത്തിൽ ഇങ്ങനെ കയറി നിൽക്കുക. എൻ്റെ മനസ്സിലെന്താ ഇത് വളരെ ഒരു വലിയ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൊരു ധാരണയിലാണല്ലോ പോണേ. അപ്പോൾ അദ്ദേഹം ഓടി വന്നിരുന്നു. സിത്തു ഒന്ന് ഒരു ആലാപ്പ് പോലെ എന്തെങ്കിലും ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലാപ്പിൻ്റെ പോർഷൻ പാടി. ഇനി കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്, ഇത് പാടിക്കോളൂ പറഞ്ഞു. അപ്പം അത് പാടി. അപ്പം ഞാനിതൊക്കെ മൈക്ക് ചെക്ക് ചെയ്യാന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി ആ കീർത്തനത്തിൻ്റെ പല്ലവിയും പാടി. ഓക്കെ അനുപല്ലവിയുടെ സ്ഥലത്ത് അത് ഞാൻ ഇങ്ങനെ പാടി. അത് കഴിയുമ്പോൾ ഓക്കെ ഡൺ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഞാൻ അങ്ങനെ അപ്പം അല്ല ഗോപിച്ചേട്ടൻ, എനിക്ക് പാടിയില്ലായിരുന്നു, എനിക്ക് ഒന്നും കൂടി പാടണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അത് ഞാൻ നന്നായിട്ട് തന്നെ പുറത്തേക്ക് വരുത്തുള്ളൂ. ഞാൻ കുറച്ചു നേരം ചുറ്റി തിരിഞ്ഞു സ്റ്റുഡിയോയിൽ. മോളും ഉണ്ട് എൻ്റെ കയ്യിൽ, കുഞ്ഞത്. അപ്പം അവളെയൊക്കെ പിടിച്ച് അദ്ദേഹം ഇങ്ങനെ കൊഞ്ചിക്കൊക്കെ ചെയ്തിട്ട് പറഞ്ഞു വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനത് സ്റ്റുഡിയോയുടെ താഴെ വന്നിട്ട് ഞാനും അമ്മയും കുറച്ചു നേരം നിന്നു. ഇതിപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചത്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയണ്ടാവായിരിക്കും, അവരുടെ എഡിറ്റ് ടേബിളിൽ വന്നു കഴിയുമ്പോൾ അതിനെങ്ങനെ ഡിസൈൻ ചെയ്ത് ഇറക്കണം എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്കത് കൺവിൻസ്ഡ് ആവും. ഓക്കെ, അവർക്ക് അത് ചെയ്യാനുള്ള. അന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇത് ഇത്രയേ ഉള്ളൂ, ഇത് എങ്ങനെയല്ലല്ലോ, കുറച്ച് എന്തോ പാടണം, എന്തോ തെറ്റില്ലേ, അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു. ഇതിൻ്റെ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നുകൂടെ ചോദിക്കും. കടുകുമണിക്കൊരു കണ്ണുണ്ട്. കടുകുമണിക്കൊരു കണ്ണുണ്ട് സുഷിൻ്റെ കൂടെ ഉള്ള പാട്ടാണ്. സുഷിൻ ഈ പാട്ട് വന്ന സമയത്ത് അതിൻ്റെ വരികൾ ഇങ്ങനെ ആ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ തന്നെ തന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പാടി നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇപ്പം നമ്മൾ വരി തന്നില്ല, അതേമാതിരി ഇങ്ങനെ വെറുതെ പാടി നോക്കി. കടുകുമണിക്കൊരു കണ്ണുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, വെറുതെ ഇരിക്കാണ്ട് ആലോചിക്കുക. അപ്പോൾ ബാക്കി ഇങ്ങനെ പാടി. അപ്പം കള്ളിപ്പാല പുഞ്ച ആ മെലഡി എത്തിയപ്പം സുഷിൻ അത് പാടിത്തന്ന് താനാ അങ്ങനെ ആക്കി. അങ്ങനെ പാടി ഇങ്ങനെ ആ പാട്ടങ്ങ് ഒരു സ്ട്രക്ചറായി. അപ്പം അത് ഒരു സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ അതിങ്ങനെ പാടുന്നത്. അങ്ങനെ റെക്കോർഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ്സ് വന്നപ്പം കമ്പോസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു സുഷിൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, അതൊരു ഭയങ്കര നല്ല ജസ്റ്ററായിട്ട് തോന്നി. അങ്ങനെ ഒരു എന്താ പറയുക, ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. കാരണം അത് സുഷിനാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഈണം പാടുന്ന സമയത്ത് ഞാനതിങ്ങനെ പാടി നോക്കിയപ്പോൾ ഉള്ള ട്യൂണ് ഈണ അതിലെടുത്തു എന്നുള്ളത്. പക്ഷെ ഇങ്ങനൊരു ക്രെഡിറ്റ് തരിക എന്നുള്ളത് ആക്ച്വലി ഇത് എനിക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു പാഠാന്ന് പറയില്ലേ നമുക്ക്, അങ്ങനെ വേണം എന്നുള്ളത്. ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, മ്യൂച്വൽ റെസ്പെക്റ്റിൽ വർക്ക് ചെയ്യില്ല. അതൊരു ഗംഭീര കാര്യമായിരുന്നു. രസമാണ് ആ പാട്ട്. ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് എന്നുള്ള പാട്ടായിട്ടല്ല, പക്ഷെ ഭയങ്കര രസമുള്ള ഒരു കുഞ്ഞു പാട്ട്. അതെ അതെ. തിരുവാവണിരാവ് ഷാനിക്കയുടെ പാട്ട്. ആ പാട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊന്നിൻ കണിക്കൊന്നയൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവാവണിരാവ് ചെന്നപ്പം വേറൊരു വോയിസിൽ ആ പാട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു തന്നിട്ട്, അദ്ദേഹം വൺ മാൻ ആർമി മാതിരി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ആളാണ്, വേറെ പ്രോഗ്രാമേഴ്സോ ഒന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ഷാനിക്ക തന്നെ, എനിക്കൊന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നു, ഷാനിക്ക തന്നെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അദ്ദേഹത്തിനും തൊട്ടടുത്ത് തന്നെ മൈക്രോഫോൺ വെച്ചിട്ട് ആണ് പാടിയിട്ടുള്ളത്. അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈവൻ ഇപ്പം നീമുകിലൊക്കെ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ സ്റ്റുഡിയോയുടെ സെറ്റപ്പ് അങ്ങനെയാണ് ഗോപിച്ചേട്ടൻ്റെ. അപ്പം നമുക്ക് പക്ഷെ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വളരെ കാഷ്വലായിട്ടാണ് തോന്നുന്നത്. പാടി ഇപ്പോൾ തിരുവാവണിരാവാണെങ്കിൽ പാടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് ബ്യൂട്ടിഫുൾ ആണല്ലോ ഈ പാട്ട് എന്നുള്ളത്. പക്ഷെ അതിങ്ങനെ ആ കുറേ കാലത്തിന് ശേഷം ഒരു ഓണപ്പാട്ടൊക്കെ സിനിമയിൽ വരണേ. അപ്പോൾ അതിൻ്റെ പിന്നെ ഉണ്ണിമേനോൻ സാറിൻ്റെ ഒക്കെ കൂടിയാണ്. അദ്ദേഹം അതെനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ വെച്ചിട്ട് അത് പാടിയിരിക്കുന്നത് തോന്നുന്നു. അദ്ദേഹം ടൂർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വോയിസ് വേണമെന്നുണ്ട്. അദ്ദേഹം അവിടെ ഒരു സ്റ്റുഡിയോയിൽ, എന്തായാലും ഞങ്ങൾ 2 സ്ഥലത്തു നിന്നാണ് പാടിയത്. ഞാൻ ഷാനിക്കയുടെ സ്റ്റുഡിയോ എന്നാണ്. പിന്നെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, ഉണ്ണിമേനോൻ സാറിൻ്റെ പോലത്തെ ഒരാളുടെ കൂടെ ഒരു ബ്രൂവട്ടൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. അത് 2 പേര് പാടും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ
മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അതേപോലെ എനിക്ക് ചേച്ചിയുടെ ശബ്ദം ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് ആദ്യം കേൾക്കുന്ന സമയത്ത് ഞാൻ താഴെ പോയിട്ട് സിത്താരനല്ലേ പാടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. കാണേലെ പാൽനിലാവിൻ എന്ന് പറഞ്ഞ പാട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്, കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതിൻ്റെ ഓർമ്മ എന്താ? പാൽനിലാവിൻ രഞ്ജിനാണ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാൽനിലാവിൻ ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണ്. പിന്നെ അത് നല്ല സമയമെടുത്താണ് റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം രഞ്ജിൻ വളരെ പർട്ടിക്കുലർ ആയിരുന്നു, അതെങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, ഓരോ വാക്കിൻ്റെ മുകളിലും വളരെ പർട്ടിക്കുലർ ആയിരുന്നു. അപ്പം ഞാൻ രഞ്ജിൻ പറയണത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കേൾക്കില്ല, അങ്ങനെ കേട്ടിട്ടാണ് ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പാടി അനുപല്ലവി പാടി ചരണം പാടി കഴിഞ്ഞിട്ട് രഞ്ജിൻ അത് പിന്നെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, സിതാര മറ്റേ ആ ഒരു പോർഷൻ ഒന്നുകൂടി പാടിയാലോ എന്ന് എനിക്ക് ഒരു തോന്നൽ വരുന്നതുകൊണ്ട് ഞാൻ പിന്നെയും രാത്രിയിൽ പോയി. എനിക്ക് തോന്നുന്നു ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ട്, അതൊരു 1 മണി 2 മണി സമയത്താണ് ആ ഒരു വൈകിട്ട് ഫുൾ റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രഞ്ജിനെ പിന്നെ കേട്ടപ്പോൾ ഒന്നും കൂടി വേറൊരു ടെക്സ്ചറിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഞാൻ പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ സമയം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രയും നല്ല റിസൾട്ടാണ് ആ പാട്ടിന്. ഇപ്പോൾ റീസെൻ്റ്ലി രഞ്ജിനുമായിട്ട് റെക്കോർഡിങ്ങിന് വന്ന സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ പാട്ടൊക്കെ എടുത്ത എഫേർട്ടിന് മാത്രം അത് കേൾക്കുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഭയങ്കര എന്നെ മിക്സ് ആൻഡ് മാസ്റ്റർ ഔട്ടും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അത് ഹെഡ്ഫോൺസിൽ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മൾ തീരുമാനിക്കണമല്ലോ, അങ്ങനത്തെ ഒരു പാട്ടിൻ്റെ ഭാഗമാവുന്നു എന്നുള്ളതൊരു വന്നുപെടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അതൊക്കെ ഭയങ്കര ലക്കാണ്. നിലാവിൻ പൊയ്കയിൽ വെൺ തുഷാരം പെയ്തപ്പോ എൻ കിനാവും മഞ്ഞു തൂകും നിൻമുഖം ഞാൻ കാണെ കാണെ. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്, നല്ല പാട്ടാണ്. ബാക്ക് ടു കൺവെർസേഷൻ വരികയാണെങ്കിൽ, ഇപ്പം റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം അവിടെ മെൻറ്ററായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേച്ചി വന്ന കാലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പം കുട്ടികൾക്ക് ഇതും കൂടെ കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് റിയാലിറ്റി ഷോയിൽ ആ ഫോർമാറ്റിനൊരു വലിയ വ്യത്യാസം ആക്ച്വലി വന്നിട്ടില്ല, പാടുന്ന പാട്ടുകൾക്ക് പോലും. നമ്മളൊരു സെലക്ഷൻ ഓഫ് സോങ്സും ഒക്കെ അതൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് കുട്ടികളിൽ ആ ചേഞ്ച് അറിയാൻ പറ്റും. അവർ ടെലിവിഷൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നോക്കണ്ട, അതർവൈസ് അവരായിട്ടുള്ള ഇൻട്രാക്ഷനിൽ മനസ്സിലാവും നമുക്ക്. ഇപ്പം എല്ലാ തരം ഷോകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ആളുകളുടെ ഒരു ശീലമുള്ളൊരു ഫോർമാറ്റ്, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞങ്ങളൊക്കെ പാടിയുന്ന സമയത്തുള്ളത് പോലെ തന്നെ, ഞങ്ങളൊക്കെ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്ന കാലത്തുള്ള പോലെ തന്നെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനിലാണ് അവരെ സ്വയം പ്രസൻറ്റ് ചെയ്യണേ ടി വിയിൽ. പക്ഷെ അതല്ലാണ്ട് ആ കുട്ടികളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടാറുണ്ട്. അതിലെല്ലാ കുട്ടികളും ഇപ്പം ഈ ഷോയിലുള്ള മത്സരത്തിൽ വന്ന പല കുട്ടികളെയും പല സമയത്തായിട്ട് ഇപ്പോൾ ഇടത്തിൽ വന്നിരിക്കും അവർ, അല്ലെങ്കിൽ അവർ ഞങ്ങൾ പ്രാക്ടീസ് സ്പേസിൽ കാണും, അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവരോട് വർത്താനം പറയുമല്ലോ. അവർ വേറെ പോലത്തെ ആൾക്കാരാണ്, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ടി വിയിലെ കാണുന്ന കുറച്ച് സമയം മാത്രമല്ല, അത് ആ ഒരു പാട്ടും അതിനോട് പരിസരം മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാണ്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അവരുടെ അടുത്ത് കുറേ ഇങ്ങോട്ട് പഠിക്കാനും പറ്റാറുണ്ട്. നമുക്ക് പഠിച്ച കുറേ നമുക്ക് അറിയുന്ന ആളുകൾ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നല്ല കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. അടിപൊളി ആൾക്കാരവർ. അത് പറയുമ്പം ഞാൻ ആലോചിക്കലുള്ളത്, ഇതേപോലെ സുഷിനോട് സംസാരിക്കുന്ന സമയത്ത് സുഷിൻ പറഞ്ഞിരുന്നു, ഒരു പാട്ട് ഒരു പാട്ട് അവർ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ചുരുക്കം സിംഗേഴ്സിൻ്റെ പേരേ ഓർമ്മ വരുള്ളൂ. ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ വളർന്നു വരുന്ന കാലത്ത് വിരലിലെണ്ണാവുന്ന ആളുകളുടെ പേരുകൾ നമുക്ക് ശരിക്കും മുഖവും പേരും കൂടെ ഒരുമിച്ച് ഓർമ്മ വരലുള്ളൂ. പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് റിയാലിറ്റി ഷോകൾ ഭയങ്കര ലൈക്ക് യൂഷ്വലായിട്ടുണ്ട്, എല്ലാ ചാനലുകളിലും ഒന്ന് വെച്ചെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അന്ന് പുറത്ത് വരുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകളെ
പിന്നീട് നിലനിൽക്കുന്നുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ഈ പറഞ്ഞ മാതിരി തന്നെ അത് ആളുകളുടെ വോള്യൂം ഉണ്ടല്ലോ, ഇത്രയും ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഒരു ഇൻഡസ്ട്രിയുടെ അകത്ത് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പ്ലേ ബാക്ക് സിംഗിങ് ഒക്കെയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമാവുക എന്നുള്ള രീതിയിലാണെങ്കിൽ അത്രയും എണ്ണം അവിടെ കൊള്ളില്ലല്ലോ, നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനകത്ത് തന്നെ എന്തൊക്കെ യുണീക്കായിട്ട് ചെയ്യുന്നോ, എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നു, എത്ര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു പോകും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അതിനിടയിൽ തന്നെ അവർക്ക് ചിലപ്പോൾ മറ്റേ മൾട്ടി ടാസ്കിങ് ചെയ്ത ആളുകളുണ്ടായിരിക്കും, അവർ പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ജോലി വേണം എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ചില ഇതിൽ ലക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വേഗമായിട്ടുള്ളൊരു ഐഡിയ ആണ്. എങ്ങനെ ഭാഗ്യം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിൽ വേറെ ഒന്നും പറയാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അവിടെ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയി പോകും നമ്മളെങ്ങനെ. കാരണം വേറെ ഒന്നും എന്ത് രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരേ ടാലൻ്റ് ഉള്ള, ഒരേപോലെ സ്കിൽ സെറ്റുള്ള, ഒരേപോലെ പാടിയിരുന്ന, ഒരേപോലെ അധ്വാനിച്ചിരുന്നവരിൽ 5 പേരിൽ 2 പേര് സക്സസ്ഫുൾ ആവണു, ബാക്കിയുള്ളവർ എവിടെയും ഇല്ലാണ്ട് പോകണു എന്നുള്ളതിന് നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടെ തലവരാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഊരില്ലേ. പക്ഷെ വേറെ എന്താ പറയുക, പക്ഷെ എനിക്ക് തോന്നിയിട്ടത് വളരെ ഇതിനെ ആഗ്രഹിച്ച് വർക്ക് ചെയ്ത ആൾക്കാരില്ലേ, അവരെന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തുന്നുണ്ട് കേട്ടോ ഇപ്പം പ്രത്യേകിച്ചും. അതാ ഞാൻ പറഞ്ഞത്, അതിനിപ്പോൾ വലിയ ഗോഡ് ഫാദേഴ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ സത്യത്തിൽ നമ്മുടെ പാട്ടുകൾ. അപ്പം പാട്ടിൻ്റെ വഴിയിൽ നിന്ന് മാറി വേറെ പോയ, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ട് ഫോമിൽ നിന്ന് മാറിപ്പോയവരൊക്കെ ഇപ്പം സുഖമായിട്ട് അത് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു നല്ല കാലം, ആ അർത്ഥത്തിൽ വളരെ നല്ലൊരു സമയമാണിത്. നമ്മൾ ചോദിച്ചെന്തായിരുന്നു, എങ്ങോട്ടാണ് ഇവർ പോകുന്നത്, ഇവിടുത്തെ ആളുകൾ വരുന്നില്ലല്ലോ. ഇതാണ് പറഞ്ഞ മാതിരി ലൈഫിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ ഫോളോ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജോലിയുടെ ആവശ്യം വരും. അപ്പം എത്രത്തോളം നമ്മൾ ഇതിൽ നിന്നുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നു, അത് നമ്മുടെ അടുത്ത് ഡിസ്റ്റൻസിലേക്ക് പോകും. അതങ്ങനെയാണ്. ഇപ്പോൾ ഡാൻസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ എത്രയോ സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്. അത് ഞാൻ കുറച്ചു, എൻ്റെ അടുത്തുനിന്ന് അത് പോയി. അങ്ങനെയാണ്. ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കേഷണലി ചെയ്യാൻ പറ്റും, പക്ഷെ അന്ന് ചെയ്തിരുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഏത് ആർട്ട് ഫോമിനും പറ്റണത്. നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു മേ ബി ഒരു 6 മാസമോ 1 വർഷമോ ബ്രേക്ക് എടുത്താൽ നമ്മുടെ അടുത്തുനിന്നും ഇത് പോവും. അതങ്ങനെയാണ്. അതൊരു നമ്മളിങ്ങനെ കൈ പിടിച്ച് നിൽക്കണ മാതിരിയാണ്. ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ അത് പോവും. അത് ചിലപ്പോൾ 1 or 2 പാട്ടുകൾ പാടി, ഇപ്പം ഈ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ പടം ഉണ്ടല്ലോ, അതില് പൂവേ ഒരു മണിമുട്ടം എന്ന് പറഞ്ഞ പാട്ട് പാടിയ ആളുണ്ടല്ലോ, 5 പാട്ടെങ്ങാനോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ. ഡോക്ടർ ഫഹദ് എന്താണ് കാണുന്ന പേര്, പക്ഷെ ഇത് ആരാ എന്താ എന്ന് ആ സമയത്ത് ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ആ സമയത്ത് ഇപ്പൊ ഇന്റർവ്യൂസ് ഒന്നും ഇല്ലല്ലോ ഇതേമാതിരി അധികം, അച്ചടിച്ചിട്ടല്ലേ കാണുന്നത്. അതെ, ഞാനൊന്നും ആ ആളെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ സ്വയംവര ചന്ദ്രികയോ അങ്ങനെ ഏതൊക്കെയോ 1-2 പാട്ടുകൾ, ക്രോണിക് ബാച്ചിലറിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ 5 പാട്ടേ പാടിയിട്ടുള്ളൂ, പക്ഷെ 5ഉം ഫേമസ് പാട്ടുകളാണ്. പക്ഷെ ഈ ആളെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പോഴുള്ളതാണെങ്കിലും ചിലപ്പോൾ 1-2 പാട്ടുകൾ പാടിയിട്ട് ആളുകളെ നമ്മൾ മറന്നു പോവും എന്നുണ്ട്. പക്ഷെ ഇവിടെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് ചേച്ചി. ചേച്ചിനെ എങ്ങനെ ആളുകൾ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കണത്? നമ്മുടെ കയ്യിലേ ഇല്ലാത്ത കാര്യമാണത്, എങ്ങനെ ഓർക്കണം എന്നുള്ളത്. നമ്മൾ എന്താണോ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഓർക്കണത് പോലും. അത് ഭയങ്കര ഇതായിട്ടുള്ളതാണ്. ഓർക്കണത് അങ്ങനെ വാശിയൊന്നും അങ്ങനത്തെ ഇതില്ല എനിക്ക് മനസ്സിൽ. അവർ ഓർക്കണം എന്നുള്ളതോ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ശരിക്കും ഓർക്കേണ്ടുന്ന എത്ര പേര് നമ്മൾ മറന്നുപോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ആലോചനകളിലെല്ലാം. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മുൻപുള്ള കൊച്ചിയിലൊക്കെയുള്ള മ്യൂസീഷ്യൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, വേറൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കാനൊക്കെ. അപ്പോൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മെമ്മറീസ് എന്നുള്ള കഥകളും എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ ചുരുങ്ങി അങ്ങ് ചെറുതായി ഇല്ലാണ്ടാവും. അവരുടെ അവർ കടന്നുപോയ കാലം, സമയം എന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞു കേൾക്കുമ്പോഴേ. അപ്പം നമ്മളെ പറ്റിയിട്ടൊരു വിചാരമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഓർക്കണം എന്ന് വിചാരിക്കണേ. ഓർക്കൊന്നും വേണ്ട ആക്ച്വലി. ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഈ മൊമെൻറ്റിൽ ചെയ്യുന്നതിൽ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. നാളെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ എനിക്കത് അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ളവർക്ക് ബാഡ് മെമ്മറീസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓർക്കുമ്പോൾ ഒമ്പോന്ന് തോന്നുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു അത് വളരെ പേഴ്സണലാണ്. അത് ആർട്ടുമായിട്ട് ബന്ധമില്ല. ആർട്ടിൽ ഓർക്കേണ്ടതൊക്കെ ഓർക്കപ്പെടും. ചിലപ്പം ആർട്ട് മാത്രമായിരിക്കും ഓർക്കുക, വ്യക്തിനെ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരും.
ചിലപ്പോൾ വ്യക്തിനെ ഓർക്കുമായിരിക്കും അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്, പക്ഷെ അവരുണ്ടാക്കിയ വർക്ക് ഓഫ് ആർട്ട് ചിലപ്പോൾ മറന്നുപോയിന്ന് വരും. അതൊക്കെ അവരുടെ കയ്യിലുള്ളതാണ്, നമുക്കതിലൊന്നും ചെയ്യാനില്ല. അതിന് നാളെ ബാക്കിയുള്ളവരുടെ ഓർമ്മയിൽ പെടണമെന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്യാനും പറ്റില്ലല്ലോ നമുക്ക്. അത് എന്തോ ആവട്ടെ. പക്ഷെ ആളുകൾക്ക് നമ്മൾ ഈ പേഴ്സണൽ ഇൻ്ററാക്ഷനുകളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കുക, അവരുടെ ട്രോമയുടെ അവരുടെ ബാഡ് മെമ്മറീസിൻ്റെയോ ഭാഗമാവാതിരിക്കുക എന്നുള്ളതിന് മേ ബി വേണമെങ്കിൽ ഒരു ഡെലിബറേറ്റ് എഫേർട്ട് ഇടാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എപ്പോഴും നമുക്ക് പീപ്പിൾ പ്ലീസിങ്ങുമായിട്ട് വ്യത്യാസമുണ്ട്. അതിന് മനഃപൂർവ്വമായിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിനിടയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നോക്കണം. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു എന്താ പറയുക വിഷമങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം എല്ലാം നമ്മൾ സഹിക്കുക എന്നുള്ളതും അല്ല കേട്ടോ. അനഘയ്ക്ക് മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ഒരു നേരത്തെ വരെയാണത്. അതിൻ്റെ ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യണത് പോലെ ആയിരിക്കും. പക്ഷെ കുറച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ട് വെക്കണം എന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. ഡിസ്കഷന് വേണ്ടിയിട്ടാണെങ്കിലും കടുംപിടുത്തങ്ങളൊക്കെ ഇത് വളരെ ട്രിക്കിയാണ്. നമ്മൾ കുറച്ച് ഓരോ ഏജ് കഴിയും തോറും നമ്മൾ ചില കാര്യങ്ങൾക്ക് മുമ്പില്ലാത്ത ചില വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു പ്രാക്ടീസ് വെക്കുകയാണ്, അതിന് സമയത്തിന് എത്തുക എന്ന് പറയുന്നത്, അങ്ങനെ സമയത്തിന് എത്തിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല ആ സമയത്ത്. പക്ഷെ വെറുതെ നമ്മളൊരു അന്ന് വാശിക്ക് അങ്ങനെ, അപ്പോൾ ആ വാശികളെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും എപ്പോഴും. അത് ആ ഒരു ഇങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഇത്തരത്തിലുള്ള ചില സാധനങ്ങൾ, ഒരു റാഗിങ് മെൻറ്റാലിറ്റി ഉണ്ട് ചില ആളുകൾക്ക്, ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പത്തെ തലമുറ നമ്മളോട് ചെയ്തിട്ടുള്ള സാധനം അടുത്ത ആളോട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ടെൻഡൻസി വരും. അങ്ങനത്തെ സാധനത്തിനെയൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അതിനെ ഇല്ലാണ്ടാക്കാനൊരു ഇതുണ്ട്. ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്കുണ്ട്. ഫ്യൂച്ചറൊക്കെ എന്താ ദൈവത്തിനറിയാം, ഇരുന്നിരിപ്പിൽ എന്താ പറ്റുന്നത്. എൻ്റെ വോയിസിനെ കുറിച്ചാണെങ്കിൽ എൻ്റെ വോയിസിന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ സമയം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത്രയും ഇപ്പം വോയിസ് തിരിച്ചറിയാന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് സോങ്സ് എന്നൊക്കെയാണ് ആൾക്കാർക്ക് വോയിസ് എന്ന് പറഞ്ഞ സാധനത്തിനോടൊരു പരിചയം വരിക. ഇപ്പം എൻ്റെ മോക്ക് എൻ്റെ ശബ്ദം എങ്ങനെ കേട്ടാലും അറിയാം, അവൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അത്രയും പരിചയമൊന്നും നമുക്ക് പുറത്തുള്ള ആളുകളിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാനോ നമുക്കത് ആവശ്യപ്പെടാനോ പറ്റില്ലല്ലോ. സായുവിന് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി, ഇഷ്ടമുള്ളത് പാടിയാൽ മതി. ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ അപ്പം തന്നെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അത് അവരങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനെ നമ്മൾ മാറ്റാഞ്ഞാൽ മതി. നാച്ചുറലി ആ കുട്ടികൾക്ക് ആ ടെൻഡൻസി ഉണ്ട് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാനുള്ളത്. നമ്മൾ ഫോഴ്സ് ചെയ്ത് പാടിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ആളുകൾ അസ്യൂം ചെയ്യുന്നത് ഞാനിങ്ങനെ പാടാൻ പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവൾ പാടും എന്നുള്ളൊരു അസംഷനിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പാട്ട് പോലും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രഷറല്ലേ.